വൈശാഖ് എന്ന സംവിധായകൻ ആകെ സംവിധാനം ചെയ്തത് 10 സിനിമകൾ. അതിൽ ഇൻഡസ്ട്രി ഹിറ്റും ബ്ലോക്ക് ബസ്റ്ററുകളും സൂപ്പർ ഹിറ്റുകളും ഫ്ലോപ്പുകളും ഉൾപ്പെടുന്നുണ്ട്. മോൺസ്റ്റർ, നൈറ്റ് ഡ്രൈവ് എന്നീ ഫ്ലോപ്പ് ചിത്രങ്ങൾക്ക് ശേഷം വലിയ പ്രതീക്ഷയോടെയാണ് മമ്മൂട്ടിയുടെ ടർബോയുമായി വൈശാഖ് എത്തുന്നത്. വൈശാഖിന്റെ സിനിമാ കരിയറിനെ കുറിച്ചാവാം ഇന്നത്തെ നമ്മുടെ വീഡിയോ. സഹസംവിധായകനായി മലയാള സിനിമയിൽ തുടക്കം കുറിച്ച ആളാണ് വൈശാഖ്. ജോഷിക്കൊപ്പവും ജോണി ആന്റണിക്കൊപ്പവുമാണ് വൈശാഖ് പ്രവർത്തിച്ചിരുന്നത്. CID മൂസ, കൊച്ചി രാജാവ്, നരൻ, 2020 എന്നീ ചിത്രങ്ങളിലെല്ലാം വൈശാഖ് അസിസ്റ്റന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2010 റിലീസായ പോക്കിരി രാജ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെയാണ് വൈശാഖ് എന്ന സംവിധായകനെ മോളിവുഡിൽ ലഭിക്കുന്നത്. ചിത്രത്തിൽ മധുരരാജയായി മമ്മൂട്ടി കസറിക്കേറിയപ്പോൾ വൈശാഖ് എന്ന സംവിധായകനും അടയാളപ്പെടുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് വൈശാഖ് ചിത്രത്തിനായി ഏവരും കാത്തിരിക്കാൻ തുടങ്ങി. സീനിയേഴ്സ് ആണ് അടുത്തതായി പുറത്തിറങ്ങിയ വൈശാഖ് ചിത്രം. 2011 പുറത്തിറങ്ങിയ സീനിയേഴ്സിൽ ജയറാം, കുഞ്ചാക്കോ ബോബൻ, ബിജു മേനോൻ, മനോജ് കെ ജയൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സീനിയേഴ്സ് സൂപ്പർ ഹിറ്റായി മാറി. ഉണ്ണി മുകുന്ദൻ എന്ന നടനെ മലയാളത്തിന് സമ്മാനിച്ച മല്ലു സിംഗ് ആണ് അടുത്ത വൈശാഖ് ചിത്രം. കുഞ്ചാക്കോ ബോബനും ഉണ്ണി മുകുന്ദനും തകർത്തഭിനയിച്ച ചിത്രവും സൂപ്പർ ഹിറ്റായിരുന്നു. മല്ലു സിംഗിന് പിന്നാലെ ദിലീപിനൊപ്പമാണ് വൈശാഖ് കൈകോർത്തത്. 2013 പുറത്തിറങ്ങിയ സൗണ്ട് തോമ എന്ന സിനിമയും വിജയമായതോടെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന സംവിധായകൻ എന്ന പേര് വൈശാഖിന് മലയാള സിനിമ നൽകി. പക്ഷേ തൊട്ടു പിന്നാലെ എത്തിയ 2 ചിത്രങ്ങളായ വിശുദ്ധനും കസിൻസും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇതിനുശേഷമാണ് മലയാളത്തിന്റെ സൂപ്പർ താരം ലാലേട്ടനുമായി വൈശാഖ് ഒരുമിച്ചത്. കഴിഞ്ഞ 2 പടങ്ങളുടെയും പരാജയത്തിന്റെ ക്ഷീണം പുലിമുരുകനിലൂടെ വൈശാഖ് മാറ്റിയെടുത്തു. പുലിമുരുകൻ എന്ന ചിത്രം മലയാളത്തിന്റെ ബെഞ്ച് മാർക്കായി മാറുകയായിരുന്നു. ആദ്യ 100 കോടി ക്ലബ് ചിത്രം എന്ന ഖ്യാതിയായിരുന്നു പുലിമുരുകന് സ്വന്തമായത്. പുലിമുരുകന് ശേഷമാണ് പോക്കിരി രാജയുടെ 2ാം ഭാഗമായ മധുരരാജ റിലീസ് ചെയ്തത്. മമ്മൂട്ടി മധുരരാജയായി 2ാമതും അഴിഞ്ഞാടിയപ്പോൾ ഈ ചിത്രവും സൂപ്പർ ഹിറ്റായി. ശേഷമിറങ്ങിയ നൈറ്റ് ഡ്രൈവും മോൺസ്റ്ററും വേണ്ടത്ര പ്രകടനം കാഴ്ചവെച്ചില്ല, പ്രത്യേകിച്ച് മോൺസ്റ്റർ. മോഹൻലാൽ നായകനായി എത്തിയ ചിത്രം വൻ ഹൈപ്പിലാണ് എത്തിയതെങ്കിലും ബോക്സ് ഓഫീസ് പരാജയം നേരിട്ടു. സംവിധായകൻ എന്ന നിലയിൽ വൈശാഖിനെതിരെ സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയർന്നു. 2022 മോൺസ്റ്ററും നൈറ്റ് ഡ്രൈവും റിലീസ് ചെയ്തത്. 2 വർഷത്തെ ഇടവേളയെടുത്താണ് ഇപ്പോൾ ടർബോയുമായി വൈശാഖ് എത്തുന്നത്. പോക്കിരി രാജ, മധുരരാജ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശേഷം വൈശാഖും മമ്മൂക്കയും ഒന്നിക്കുന്ന 3ാമത്തെ ചിത്രമാണ് ടർബോ. ആക്ഷൻ കോമഡി വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് മിഥുൻ മാനുവൽ തോമസ് ആണ്. റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം, കണ്ണൂർ സ്ക്വാഡ്, കാതൽ എന്നിവയ്ക്ക് പിന്നാലെ മമ്മൂട്ടി കമ്പനി ഒരുക്കുന്ന ചിത്രം കൂടിയാണ് ടർബോ. മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ നിർമ്മാണ സംരംഭം കൂടിയായ സിനിമയിൽ കന്നഡ താരം രാജ് ബി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. മെയ് 23 സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. എല്ലാം ഒത്തുവന്നാൽ പീക്ക് ലെവലിൽ നിൽക്കുന്ന മലയാള സിനിമയ്ക്ക് മറ്റൊരു പൊൻതൂവൽ കൂടിയാകും ടർബോ എന്നാണ് ആരാധകരുടെ വിലയിരുത്തലുകൾ. എന്തായാലും കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി കാണാം. ബൈ.